അട്ടപ്പാടിയിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ മിന്നൽ സന്ദർശനം. ശിശുമരണങ്ങൾ സംബന്ധിച്ച് ഇന്ന് തിരുവനന്തപുരത്ത് മന്ത്രി അവലോകന യോഗം വിളിച്ചിരുന്നു. ആരോഗ്യവകുപ്പിലെ അട്ടപ്പാടി നോഡൽ ഓഫീസർ ഉൾപ്പെടെ തിരുവനന്തപുരത്താണ്. ഇവരെ അറിയിക്കാതെയാണ് മന്ത്രിയുടെ സന്ദർശനം. വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് ചേരുന്നത്. പ്രസാദ്, ഇന്ന് തിരുവനന്തപുരത്ത് യോഗം വിളിക്കുക പ്രധാന ഉദ്യോഗസ്ഥരെല്ലാം തിരുവനന്തപുരത്താണ്. അപ്പോൾ സ്ഥിതിഗതികൾ നേരിട്ട് കണ്ടറിയുക എന്ന ലക്ഷ്യത്തിലാണോ മന്ത്രി ഇത്തരമൊരു മിന്നൽ സന്ദർശനം നടത്തിയത്? കിരൺ, അട്ടപ്പാടിയിലെ പദ്ധതികളെ കുറിച്ചെല്ലാം തന്നെ വലിയ തോതിൽ പരാതികൾ ഉയർന്നിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ മന്ത്രി ഉദ്യോഗസ്ഥരെ അറിയിക്കാതെ പെട്ടെന്നൊരു സന്ദർശനം നടത്തുന്നത്. അട്ടപ്പാടിയിൽ ഇന്ന് രാവിലെ തന്നെ അവർ എത്തി എന്നുള്ളതാണ്. ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് ആരോഗ്യവകുപ്പിന്റെ യോഗം വിളിച്ചിരുന്നു. അട്ടപ്പാടി നോഡൽ ഓഫീസർ, ആരോഗ്യവകുപ്പ് അട്ടപ്പാടി നോഡൽ ഓഫീസർ ഡോക്ടർ പ്രഭുദാസ് ഉൾപ്പെടെ ഇതിനായി തിരുവനന്തപുരത്ത് എത്തിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം മന്ത്രി കെ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലും അട്ടപ്പാടിയിൽ അവലോകന യോഗം ചേർന്നിരുന്നു. അവിടെ ഉയർന്നിരുന്ന അഭിപ്രായങ്ങളുടെ എല്ലാം പശ്ചാത്തലത്തിൽ അന്ന് വലിയ വിമർശനങ്ങളാണ് വിവിധ പദ്ധതികളെ കുറിച്ച് എല്ലാം തന്നെ ഉയർന്നത്. പ്രത്യേകിച്ച് ആരോഗ്യവകുപ്പിനെതിരെയും അവിടുത്തെ പോഷകാഹാര വിതരണവുമായി ബന്ധപ്പെട്ടുമെല്ലാം തന്നെ വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഇതെല്ലാം തന്നെ നേരിട്ട് അറിയുന്നതിന് വേണ്ടിയാണ് മന്ത്രി ഇപ്പോൾ മറ്റ് ഉദ്യോഗസ്ഥരെ ഒന്നും തന്നെ അറിയിക്കാതെ പെട്ടെന്നൊരു സന്ദർശനം അവിടെ നടത്തിയിട്ടുള്ളത്. ഇന്ന് അട്ടപ്പാടിയിലെ വിവിധ ഊരുകളിൽ മന്ത്രി സന്ദർശിക്കുകയും അതോടൊപ്പം തന്നെ പോഷകാഹാര വിതരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയും എല്ലാം തന്നെ ചെയ്യും. അട്ടപ്പാടിയിലെ കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രി തുടങ്ങിയവരെല്ലാം തന്നെ സന്ദർശനം നടത്തും. എടുത്തു പറയേണ്ടത്, അവിടെ ഇത്തരം കാര്യങ്ങളുടെ ചുമതല വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥരൊന്നും തന്നെ ഇപ്പോൾ സ്ഥലത്തില്ല എന്നുള്ളതാണ്. അതായത് അല്ലാതെ തന്നെ സാധാരണക്കാരായ ജീവനക്കാരിൽ നിന്നും അതോടൊപ്പം തന്നെ അവിടുത്തെ പ്രദേശവാസികളിൽ നിന്നും എല്ലാം തന്നെ യഥാർത്ഥത്തിൽ എന്താണ് അട്ടപ്പാടിയിൽ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉദ്യോഗസ്ഥരിൽ നിന്നല്ലാതെ നേരിട്ട് അറിയുക എന്നുള്ളത് കൂടിയാണ് മന്ത്രിയുടെ സന്ദർശന ലക്ഷ്യം. പ്രസാദ്, മന്ത്രിയുടെ സന്ദർശനം പൂർത്തിയായോ? ഇന്ന് തിരുവനന്തപുരത്ത് നടക്കുന്ന അവലോകന യോഗത്തിൽ മന്ത്രി പങ്കെടുക്കില്ലേ? അപ്പോൾ കിരൺ, ഇന്ന് തിരുവനന്തപുരത്ത് നടക്കുന്ന യോഗത്തിൽ മന്ത്രി പങ്കെടുക്കില്ല. മന്ത്രി ഇന്ന് രാവിലെ അട്ടപ്പാടിയിൽ എത്തിയതേ ഉള്ളൂ. അതായത് അല്പസമയം മുമ്പാണ് അവർ അട്ടപ്പാടിയിലേക്ക് കയറിയത്. ഇന്നലെ രാത്രി പാലക്കാട് വരികയും അവിടെ നിന്ന് അട്ടപ്പാടിയിലേക്ക് പോകുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഇന്ന് രാവിലെ നമ്മൾ മന്ത്രിയുടെ ഇന്നത്തെ അവലോകന യോഗം സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ അറിയാൻ ശ്രമിക്കുമ്പോഴാണ് മന്ത്രി അവിടുത്തെ യോഗത്തിൽ പങ്കെടുക്കാതെ നേരിട്ട് അട്ടപ്പാടിയിലേക്ക് പോകുന്ന വിവരം അറിയുന്നത്. അതായത് മാധ്യമങ്ങളെ പോലും അറിയിക്കാതെ ഉള്ള സന്ദർശനം തന്നെയാണ് മന്ത്രി ഉദ്ദേശിക്കുന്നത്. ഈ പെട്ടെന്നുള്ള ഊരുകളിൽ സന്ദർശനം നടത്തുമ്പോൾ ഉദ്യോഗസ്ഥർക്ക് സാധാരണഗതിയിൽ മന്ത്രിമാരോ അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥരോ വരുമ്പോൾ അവിടെയുള്ള പ്രാദേശിക ഉദ്യോഗസ്ഥരെല്ലാം തന്നെ വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ യഥാർത്ഥ പാകപ്പിഴകൾക്ക് കണ്ടെത്താൻ മന്ത്രിമാർക്കൊന്നും തന്നെ അപ്പോൾ കഴിയാറില്ല. കാരണം അവിടെ വരുന്ന ആളുകളാരും പരാതി ഉണ്ടാകാത്ത തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഉദ്യോഗസ്ഥർ നേരത്തെ തന്നെ ശരിയാക്കി വെക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അതെല്ലാം ഒഴിവാക്കുന്നതിന് വേണ്ടി കൂടിയാണ് മന്ത്രിയുടെ ഇപ്പോഴത്തെ സന്ദർശനം. അത്തരം ഒരു മുന്നൊരുക്കങ്ങളും നടത്താൻ ഉദ്യോഗസ്ഥർക്ക് സാവകാശം കിട്ടാത്ത തരത്തിൽ ഉള്ള സന്ദർശനമാണ് മന്ത്രി ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്. എന്തായാലും മന്ത്രി ഊരുകളിൽ സന്ദർശിക്കും. അതോടൊപ്പം തന്നെ അവിടുത്തെ ജീവനക്കാരെ, അവിടുത്തെ ആരോഗ്യവകുപ്പിന്റെ ജീവനക്കാർ, അതുപോലെ സാമൂഹ്യക്ഷേമ വകുപ്പിലെ ജീവനക്കാരെ എല്ലാം തന്നെ മന്ത്രി കണ്ട് അവിടുത്തെ കുടുംബശ്രീ ആളുകളെല്ലാം തന്നെ കണ്ട് നേരിട്ട് വിലയിരുത്തി എന്തെല്ലാം കാര്യങ്ങളാണ് ഇനി ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളായിരിക്കും. എന്തായാലും തിരുവനന്തപുരത്ത് ഇന്ന് അവലോകന യോഗം നടക്കാനിരിക്കുകയാണ്. മന്ത്രി ഉദ്യോഗസ്ഥരെല്ലാം തിരുവനന്തപുരത്താണ്. ഈ സമയത്താണ് മന്ത്രി അട്ടപ്പാടിയിൽ സന്ദർശനം നടത്തുന്നത്. ഇന്നത്തെ അവലോകന യോഗത്തിലും മന്ത്രി പങ്കെടുക്കുന്നില്ല. തിരുവല്ലയിൽ CPM നേതാവ് സന്ദീപിന്റെ കൊലപാതകത്തിൽ പ്രതികൾക്കായുള്ള കസ്റ്റഡി അപേക്ഷ പോലീസ് ഇന്ന് സമർപ്പിക്കും. തിരുവല്ല കോടതിയിലാണ് കസ്റ്റഡി അപേക്ഷ നൽകുക. കൂടുതൽ പേർ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യവും പരിശോധിക്കും. കേസിലെ പ്രതികളെല്ലാം BJPക്കാരാണെന്നാണ് പോലീസ് FIRലുള്ളത്. വിവരങ്ങളുമായി ശശിനാരായണനാണ് ചേരുന്നത്. ശശി, ഇപ്പോഴുള്ള ഈ പ്രതികൾ, അവർക്കപ്പുറത്തേക്ക് മറ്റു പ്രതികൾ ഉണ്ടോ എന്ന തരത്തിൽ കൂടി അന്വേഷണം നടക്കുന്നുണ്ടോ? എങ്ങനെയാണ് കൂടുതൽ വിവരങ്ങൾ? കിരൺ, അത്തരത്തിൽ തന്നെയാണ് ഇപ്പോൾ കേസ് പോകുന്നത്. കാരണം പ്രധാനമായും ഇന്നലെ നമ്മൾ സൂചിപ്പിച്ച പോലെ ഈ കേസിലെ പ്രധാന പ്രതി ജിഷ്ണു മുൻ BJP പ്രവർത്തകനായിരുന്നു, പെരിങ്ങര പഞ്ചായത്ത് അധ്യക്ഷനായിരുന്നു എന്നുള്ള സൂചനയായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. ഇന്നലെ അത്തരത്തിലാണ് പോലീസും വ്യക്തമാക്കിയത്. പക്ഷേ ഇന്ന് FIRനകത്ത് ഈ കേസിലെ പ്രതികളെല്ലാം BJPക്കാരാണെന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് ജിഷ്ണുവിന് പ്രധാനമായും സന്ദീപിനോട് വൈരാഗ്യമുണ്ടായിരുന്നു, രാഷ്ട്രീയ വൈരാഗ്യമുണ്ടായിരുന്നു എന്ന കാര്യം കൂടി സൂചിപ്പിക്കുന്നു. ഇതുകൊണ്ട് തന്നെയാണ് ഇന്നലെ CPM പറഞ്ഞ കാര്യം വീണ്ടും ആവർത്തിക്കുന്നത്. ഇത് രാഷ്ട്രീയ കൊലപാതകം എന്ന നിലയ്ക്കാണ് ഇപ്പോൾ വരുന്നത്. നേരത്തെ ഇത് സൂചിപ്പിച്ചിരുന്നത് വ്യക്തിവൈരാഗ്യം കൊണ്ടുള്ള കൊലപാതകം എന്ന നിലയ്ക്കാണ് പോലീസ് ഇക്കാര്യത്തിൽ ഒരു നിഗമനത്തിൽ ഇന്നലെ ആദ്യഘട്ടത്തിലൊക്കെ പറഞ്ഞിരുന്നത്. പക്ഷേ FIRൽ
ഈ 5 പ്രതികളും BJP-ക്കാരെന്ന സ്ഥിതി വന്നതോടുകൂടി ഇതിൽ ഒരു രാഷ്ട്രീയ കൊലപാതകം എന്ന CPM-ന്റെ തുടക്കം മുതലുള്ള നേതാക്കന്മാരുടെ ഒരു ആരോപണം ശരിവെക്കുന്ന തരത്തിലേക്ക് വന്നിരിക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. എന്തായാലും ഈ കേസിൽ ഇവർ മാത്രമല്ല, 5 പേര് മാത്രമല്ല, വേറെ ഉന്നതർ ഉണ്ടോ എന്നുള്ള കാര്യം കൂടി, രാഷ്ട്രീയ ഇടപെടലുകളും അതുപോലെ തന്നെ ഉന്നതരുടെ ബന്ധം ഈ കേസിലുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടി പോലീസ് ഇപ്പോൾ വിശദമായി പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുന്നത്. എന്തായാലും കസ്റ്റഡി അപേക്ഷ കിട്ടിയതിനു ശേഷം ഈ 5 പേരെയും ചോദ്യം ചെയ്യുകയും അതിനുശേഷമായിരിക്കും കൂടുതൽ പരിശോധന നടത്തിയെങ്കിൽ ശേഷമേ ഈ കേസിൽ ഉന്നത ബന്ധം, ഈ രാഷ്ട്രീയ ഇടപെടലും ഉന്നത ബന്ധം ഇതിനകത്തുണ്ടോ. BJP-ക്കാരാണ് പ്രതികൾ എന്ന് പറയുമ്പോൾ BJP-യിലെ മറ്റ് പ്രാദേശിക നേതാക്കളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നേതാക്കളോ ഒക്കെ അറിഞ്ഞാണോ ഇങ്ങനെ ഒരു കൊലപാതകം നടത്തിയത്? അതിൽ ആസൂത്രണത്തിൽ മറ്റാരെങ്കിലും പങ്കെടുത്തിട്ടുണ്ടോ? ഇത്തരം വിഷയങ്ങളാണോ പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നത്? അത്തരത്തിൽ തന്നെയാണ്. BJP-ക്കാരായതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ നേതാക്കന്മാർക്ക് ഇതിൽ ബന്ധമുണ്ടോ, ആരുടെയെങ്കിലും ഗൂഢാലോചന ഈ കേസിലുണ്ടോ എന്നുള്ള കാര്യം കൂടി പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് കസ്റ്റഡിയിൽ പ്രതികളെ വാങ്ങിയതിനു ശേഷം ഈ അന്വേഷണം അത്തരത്തിൽ നടത്താനുള്ള തീരുമാനമാണ് ഇപ്പോൾ പോലീസ് എടുത്തിട്ടുള്ളത്. എന്തായാലും പ്രതികൾ 5 പേരും BJP-ക്കാരെന്നുള്ള രീതിയിലാണ് FIR രേഖപ്പെടുത്തിയിട്ടുള്ളത്. വധശ്രമം, സംഘം ചേരൽ, വധഭീഷണി തുടങ്ങിയ 8ഓളം വകുപ്പുകളാണ് FIR-ൽ ചുമത്തിയിട്ടുള്ളത്. കിരൺ. ശരി, ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ന് കുടുംബവുമൊത്ത് ജന്മദിനം ആഘോഷിക്കേണ്ട പൊതുപ്രവർത്തകനാണ് തിരുവല്ലയിൽ അക്രമികളുടെ കൊലക്കത്തിക്കിരയായത്. പ്രിയപ്പെട്ടവനു വേണ്ടി ഭാര്യ സുനിത കരുതി വെച്ച പിറന്നാൾ സമ്മാനം സന്ദീപിന്റെ നിശ്ചല ശരീരത്തോട് ചേർത്ത് വെച്ച കാഴ്ച ഹൃദയഭേദകമാണ്. സന്ദീപിനും വർഷങ്ങൾക്ക് മുന്നേ ചങ്ങനാശ്ശേരി NSS കോളേജിലെ പഠനകാലത്താണ് സന്ദീപും സുനിതയും സൗഹൃദത്തിലാകുന്നതും പിന്നീട് വിവാഹത്തിലെത്തിയതും. മരണത്തിന് തൊട്ടു മുമ്പ് വരെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സജീവമായിരുന്നു സന്ദീപ്. വീട്ടിൽ മൊബൈൽ ഫോണിന് റേഞ്ചില്ലാത്തതിനാൽ പാടത്തിന് നടുവിലെ കലുങ്കിൽ വെച്ചായിരുന്നു അത്യാവശ്യ വിളികളൊക്കെ. വ്യാഴാഴ്ച വൈകിട്ടും അങ്ങനെ ഇരുന്നതാണ് അവിടെ. പക്ഷേ ന്യൂസ് 18 പത്തനംതിട്ട. പെരിയ ഇരട്ടക്കൊലപാതകത്തിന് കാരണം രാഷ്ട്രീയ വൈരാഗ്യമെന്ന് CBI കുറ്റപത്രം. വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. ഉദുമ മുൻ MLA KV കുഞ്ഞിരാമനടക്കം 24 പേരെ പ്രതി ചേർത്ത് CBI കുറ്റപത്രം സമർപ്പിച്ചു. KV കുഞ്ഞിരാമൻ, CPM നേതാവ് പീതാംബരൻ എന്നിവരടക്കം 24 പേർക്കെതിരെയാണ് പെരിയ കേസിൽ CBI കുറ്റപത്രം. ക്രിമിനൽ ഗൂഢാലോചന, കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ, മാരകായുധങ്ങൾ ഉപയോഗിച്ച് മാരകമായി മുറിവേൽപ്പിക്കൽ തുടങ്ങി വിവിധ വകുപ്പുകൾ ചുമത്തിയാണ് CBI സ്പെഷ്യൽ ക്രൈംബ്രാഞ്ച് DYSP കുറ്റപത്രം സമർപ്പിച്ചത്. കേസ് ഏറ്റെടുത്ത് 1 വർഷമാകുമ്പോഴാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. 5 പേർക്കെതിരെ തെളിവ് നശിപ്പിച്ചതിനാണ് കേസ്. സംസ്ഥാന ക്രൈംബ്രാഞ്ച് ആദ്യം അന്വേഷിച്ച കേസിൽ CPM ലോക്കൽ കമ്മിറ്റി നേതാക്കളും പ്രവർത്തകരുമായ 14 പേരായിരുന്നു പ്രതികൾ. ഇവർക്ക് പുറമെയാണ് 10 പ്രതികളുടെ അനുബന്ധ പട്ടിക CBI കഴിഞ്ഞ ദിവസം കോടതിയിൽ സമർപ്പിച്ചത്. രാഷ്ട്രീയ വൈര്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് കണ്ടെത്തൽ. സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18 കൊച്ചി. കൊച്ചിയിൽ ലഹരി പാർട്ടിയിൽ പങ്കെടുത്തവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു പോലീസ്. മോഡലുകൾ വാഹനാപകടത്തിൽ മരിച്ച കേസിൽ പ്രതിയായ സൈജു തങ്കച്ചനും ഒപ്പമുണ്ടായിരുന്നവർക്കുമെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സൈജുവിനെതിരെ 8 കേസുകളാണ് നിലവിൽ രജിസ്റ്റർ ചെയ്തത്. ഒപ്പമുണ്ടായിരുന്ന 17 പേരെ തിരിച്ചറിഞ്ഞു. സൈജു തങ്കച്ചനെതിരെ ഇപ്പോൾ 8 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. സൈജു തങ്കച്ചൻ ഈ മോഡലുകൾ അപകടത്തിന് തൊട്ടു മുമ്പ് നടന്ന പാർട്ടിയിൽ ലഹരി ഇടപാടുകൾ നടന്നു എന്ന പോലീസിൻ്റെ പ്രാഥമികമായ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അവിടെ പാർട്ടിയിൽ ലഹരി ഉപയോഗിച്ച മറ്റ് ആളുകൾക്കെതിരെയും ഇപ്പോൾ അവരെ കൂടി കേസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റ് പല സ്ഥലങ്ങളിൽ നടന്ന ഇത്തരം ലഹരി പാർട്ടികളിൽ അല്ലെങ്കിൽ നിശാ പാർട്ടികളിൽ ലഹരി വിതരണം ചെയ്തിരുന്നു എന്നത് സംബന്ധിച്ചും പോലീസിന് പ്രാഥമികമായ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി സനോജ് സുരേന്ദ്രനാണ് ചേരുന്നത്. സനോജ്, എന്താണ് ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകാനുള്ളത്? കിരൺ, 7 സ്ത്രീകൾ ഉൾപ്പെടെ
17 പേരെയാണ് പോലീസ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം മോഡലുകളുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഷൈജു തങ്കച്ചനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് നിരവധി തവണ ചോദ്യം ചെയ്തിരുന്നു. ഇങ്ങനെ നടത്തിയ ചോദ്യം ചെയ്യലിൽ നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചോദ്യം ചെയ്യലിനിടയിൽ ഷൈജു തങ്കച്ചന്റെ മൊബൈൽ ഫോൺ പോലീസ് പിടിച്ചെടുത്തിരുന്നു. ഈ മൊബൈൽ ഫോണിലെ ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ലഹരി പാർട്ടിയിൽ പങ്കെടുത്തതിന്റെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചത്. ഈ ദൃശ്യങ്ങളിൽ നിന്നുമാണ് 7 സ്ത്രീകൾ ഉൾപ്പെടെ 17 പേരെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇതിനുശേഷം ഈ പ്രതികളായിട്ടുള്ള പ്രധാന വാർത്തയിൽ കൂടി പോകേണ്ടതുണ്ട്. വാക്സിൻ എടുക്കാത്ത അധ്യാപകരുടെ കണക്ക് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പുറത്തുവിടുകയാണ്. അധ്യാപകരുടെ ജില്ലാ തിരിച്ചുള്ള കണക്കാണ് ഇപ്പോൾ മന്ത്രി വിശദീകരിക്കുന്നത്. ആ മാർഗരേഖ പറയുന്ന എല്ലാം വളരെ കൃത്യമായി തന്നെ ഒരു കുറവുകൾ വരാതെ നടപ്പിലാക്കിയതിനെ സംബന്ധിച്ചിടത്തോളം നിരന്തരമായി വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റ് മന്ത്രിതലത്തിലും ജില്ലാതലത്തിലും അതുപോലെ DO തലത്തിലും സ്കൂൾ തലത്തിലും നടത്തിയിട്ടുള്ള പരിശോധനയും വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ സ്കൂൾ തുറന്നതിന് ശേഷം അതെല്ലാം കൃത്യമായി തന്നെ നടപ്പിലാക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഗൗരവമായിട്ടുള്ള ഒരു പ്രശ്നം പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മറ്റ് പല സംസ്ഥാനങ്ങളിലും സ്കൂൾ അടച്ച ശേഷം സ്കൂൾ തുറന്നതിന് ശേഷം വീണ്ടും അടയ്ക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഗൗരവമായി ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പരാതിയും ഉയർന്നു വന്നിട്ടില്ല. അത്തരത്തിൽ ഈ പൊതുവിദ്യാഭ്യാസത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി രംഗത്തിറങ്ങിയിട്ടുള്ള എല്ലാ ബഹുജനങ്ങളെയും എല്ലാ സംഘടനകളെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രതിനിധികളെയും പൊതുവിദ്യാഭ്യാസ വകുപ്പ് അഭിനന്ദിക്കുകയാണ്. ഭാവിയിൽ നമുക്ക് ഉള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിന് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും സഹായവും ആവശ്യമാണ്. ആ മാർഗരേഖയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, കുട്ടികളുടെ വാക്സിനേഷനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ഒരു തീരുമാനമായിട്ടില്ല. എന്നാൽ മുതിർന്നവരെ സംബന്ധിച്ചിടത്തോളം തീരുമാനമായിട്ടുണ്ട്. ആ മാർഗരേഖ പറഞ്ഞിരിക്കുന്നത് മുഴുവൻ അധ്യാപകരും അനധ്യാപകരും വാക്സിനേഷൻ എടുക്കേണ്ടതാണ്. കാരണം നമ്മൾ പൊതുവിദ്യാഭ്യാസ മേഖലയിലെത്തേക്ക് സ്കൂളുകളിലെത്തേക്കും ഹയർ സെക്കൻഡറിയിലെത്തേക്കും വരുന്നത് ഏതാണ്ട് 47 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികൾ വരണം, എല്ലാവരും ഹാജരായാൽ. അപ്പോൾ നമുക്ക് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ ആരോഗ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കുട്ടികളുടെ വിദ്യാഭ്യാസമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കുട്ടികളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് തന്നെയാണ് മുന്തിയ പരിഗണന കൊടുക്കുന്നത്. അങ്ങനെ മുന്തിയ പരിഗണന കൊടുക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരുപാട് ഉത്കണ്ഠയും ആശങ്കയും ഒക്കെ തന്നെ സ്കൂൾ തുറക്കുന്നത് സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ട് പോലും ഒരു പരാതിയും പരിഭവവും ഒരു പ്രദേശത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്നത് അത്രമാത്രം ജാഗ്രത സംസ്ഥാന ഗവൺമെന്റ്, അതിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുഖ്യമായിട്ടുള്ളൊരു പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന കാര്യം കൂടി ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. സ്കൂൾ തുറന്നിട്ടിപ്പോൾ ഇത്രയും ദിവസമായി. ആദ്യ സ്കൂൾ തുറന്നപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു വിവരമുണ്ട്. പെട്ടെന്നെടുക്കാൻ പറഞ്ഞൊരു കണക്കുണ്ട്. ഇനി ഈ വാക്സിനേഷൻ എടുക്കാത്ത അധ്യാപകരും അനധ്യാപകർ എത്ര ഉണ്ടെന്ന് സംബന്ധിച്ചത് പെട്ടെന്നൊരു കണക്കെടുക്കാൻ പറഞ്ഞപ്പോൾ ഒരു 5000-ഓളം വരുന്ന കണക്കാണ് വിവിധ ജില്ലയിൽ നിന്ന് കിട്ടിയിട്ടുള്ള കണക്കെന്ന് പറയും. അതിനുശേഷം സമൂഹത്തിൽ ഇത് വലിയ ചർച്ച നടന്നു. ആദ്യം വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ളതിൽ ഞാൻ തന്നെ പറഞ്ഞു, വാക്സിനേഷൻ എടുക്കാത്ത അധ്യാപകർ നിയമപരമായല്ല ഞാൻ പറയുന്നത്, ഒരു സാമൂഹിക പ്രതിബദ്ധതയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ സ്കൂളിൽ വരല്ലേ. നമ്മുടെ കുട്ടികളുടെ ആരോഗ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ വാശി അല്ലെങ്കിൽ നിർബന്ധം ഇക്കാര്യത്തിൽ പഠിക്കാൻ വേണ്ടി പാടില്ല. അത് ഏതാണ്ട് എല്ലാ ആ ഗണത്തിൽപ്പെട്ട അധ്യാപകരും അത് അംഗീകരിക്കുന്നതിന് വേണ്ടി അനധ്യാപകരും അംഗീകരിക്കുന്നതിന് വേണ്ടി തയ്യാറായി. അപ്പോൾ ഓരോ ദിവസം കഴിയുന്തോറും രക്ഷകർത്താക്കൾക്ക് ആത്മവിശ്വാസമായി. 1-ാം തീയതി സ്കൂൾ തുറന്നപ്പോൾ ഉള്ളതിനേക്കാൾ കുട്ടികൾ അടുത്ത 2-ാം തീയതി 3-ാം തീയതി 4-ാം തീയതി ഓരോ ദിവസവും ഇങ്ങനെ സ്കൂൾ കുട്ടികളുടെ എണ്ണം കൂടിക്കൊണ്ടിരുന്നു. കാരണം രക്ഷകർത്താക്കൾക്ക് ആത്മവിശ്വാസമായി. അത്രമാത്രം
ജാഗ്രതയോടുകൂടിയാണ് സംസ്ഥാന ഗവൺമെന്റ് ഈ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഈ പുതിയ കാര്യങ്ങളെ കാണുന്നതെന്ന് ജാഗ്രതയായി. അതിനുശേഷം ഇതിൽ സംബന്ധിച്ച് സജീവമായ ചർച്ച മാധ്യമങ്ങളിൽ നടന്നു. ആധികാരികമായിട്ടുള്ള ആൾക്കാർ ഇത് കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി. ഏറ്റവും ഒടുവിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വാക്സിനേഷൻ അധ്യാപകർ അനധ്യാപകർ എടുക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രസ്താവന അദ്ദേഹം പറയും. അത് ഗവൺമെന്റ് ഉത്തരവായി ഇന്നലെ വന്നിട്ടുള്ളതുമാവുന്നു. ആ ഗവൺമെന്റ് ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ ഡയറക്ടർ നമ്മുടെ സ്കൂളുകളിൽ ഇത് നടപ്പിലാക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഡയറക്ഷൻ ഇന്ന് തന്നെ കൊടുക്കുന്നതാണ്. ഇതില് പിന്നെ ആകെ ഇനി അധ്യാപകരും അനധ്യാപകരുടെയും കണക്കനുസരിച്ച് ഇനി ആകെ വാക്സിനേഷൻ എടുക്കുക നല്ലൊരു ശുഭസൂചനയാണ്. കാരണം വെച്ചാൽ പിന്നെ ബാക്കിയുള്ളവരെല്ലാവരും അത് അംഗീകരിച്ച് അവർ വാക്സിനേഷൻ എടുക്കുന്നതിന് വേണ്ടി തയ്യാറായി നമ്മുടെ സമൂഹത്തിൽ ഇടപെട്ടതിന്റെ അടിസ്ഥാനത്തിൽ 1707 പേർ മാത്രമാണുള്ളത്. അത് 1707 1707. അതിൽ LP UP ഹൈസ്കൂൾ വിഭാഗത്തിൽ 1066. അതിൽ തന്നെയുള്ള അനധ്യാപകർ 189. അത് രണ്ടും കൂടെ ആവുമ്പോൾ 1255 വരും. ഹയർ സെക്കൻഡറിയിൽ അധ്യാപകർ 200, അനധ്യാപകർ 23. അത് രണ്ടും കൂടെ ആകുമ്പം 223. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അധ്യാപകർ 229, അനധ്യാപകർ എല്ലാവരും എടുത്തു കഴിഞ്ഞു. അത് 229. അങ്ങനെ LP UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എന്നീ വിഭാഗത്തിൽപ്പെട്ട ആകെ അധ്യാപകരും അനധ്യാപകരുമായി ഇനി വാക്സിനേഷൻ എടുക്കേണ്ടത് 1707 പേർ മാത്രമാണ്. തിരുവനന്തപുരത്ത് അധ്യാപകർ LP UP ഹൈസ്കൂളിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. തിരുവനന്തപുരത്ത് അധ്യാപകർ 87, അനധ്യാപകർ 23, ആകെ 110. കൊല്ലത്ത് 67, രണ്ടാമത് പറയുന്ന അനധ്യാപകരാണ് 23, 90. അവസാനം പറഞ്ഞ ആകെയാണ്. പത്തനംതിട്ട 40, 11, 51. ആലപ്പുഴ 77, 12, 89. കോട്ടയം 61, 13, 74. ഇടുക്കി 36, 7, 43. എറണാകുളം 89, 17, 106. തൃശൂർ 103, 21, 124. പാലക്കാട് 54, 7, 61. മലപ്പുറം 184, 17, 201. കോഴിക്കോട് 136, 15, 151. വയനാട് 25, 4, 29. കണ്ണൂർ 75, 15, 90. കാസർഗോഡ് 32, 4, 36. ഇനി ഇന്നലെ എടുത്തതിന്റെ കുറവ് ചിലപ്പോൾ വന്നേക്കാം. ഇന്നലെയും മെനഞ്ഞാന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ ആ കുറവ് ഇതിൽ കണ്ടേക്കാം. കാരണം റിപ്പോർട്ട് ഇന്നലെയാണ് അവസാനമാണ് ഫയലിലേക്ക്. ഏറ്റവും കൂടുതലുള്ളത് അല്ല, അതെ, മലപ്പുറത്ത് 184. രണ്ടാമത് കിടക്കുന്ന 184 അധ്യാപകർ 201. രണ്ടാമത് കിടക്കുന്നത് ടോട്ടൽ കിടക്കുന്നത് 124 തൃശ്ശൂരാണ്. 103, 21. ഏറ്റവും കുറവ് കാസർഗോഡ് 32, 4, 36 വരുന്നത്. അതിന്റെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് വയനാടാണ് 29 വരുന്നത്. അവിടെ വിദ്യാലയങ്ങളും കുറവാണ്. ഇതിലിന്നെ ഈ കോവിഡ് വാക്സിൻ എടുക്കാത്ത അധ്യാപകർക്കും അനധ്യാപകരും ആരോഗ്യ പ്രശ്നമുള്ളവർ സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റിന്റെ ആധികാരിക സ്ഥാപനങ്ങളിൽ നിന്നും അവർ സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഹാജരാക്കാം. രണ്ടാമത്തെ കാര്യം, അതല്ലെങ്കിൽ എല്ലാ ആഴ്ചയും RT-PCR പരിശോധിച്ചു അതിന്റെ റിസൾട്ട് ആ സ്കൂളിൽ ഹാജരാക്കേണ്ടായി. ഇത് രണ്ടും ഇത് വളരെ അംഗീകരിക്കാൻ കഴിയുന്ന ഒരു ചോയ്സാണല്ലോ. വളരെ ലളിതവും വളരെ അനുഭാവപൂർവമായിട്ടുള്ള ചോയ്സാണ് പറഞ്ഞിരിക്കുന്നത്.
അപ്പോൾ അതിന്റെ കാരണങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് എടുക്കാത്തത് സംബന്ധിച്ചത്. കുറേ കാരണങ്ങൾ അനാരോഗ്യ പ്രശ്നങ്ങളുള്ളവരുണ്ട്, പിന്നെ മറ്റൊരുപാട് കാരണങ്ങൾ പറയുന്നവരുണ്ട്, അതിന് പല രോഗങ്ങളുടെ പേര് പറയുന്നവരുണ്ട്, അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് പ്രശ്നമല്ല, അത് നമ്മൾ അംഗീകരിക്കുക. മനുഷ്യൻ രോഗം വരുന്നത് അയാളുടെ കുറ്റം കൊണ്ടല്ലല്ലോ. രോഗം വരുന്ന ഒരിക്കലും അദ്ദേഹത്തിന്റെ കുറ്റമാണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അത് ആധികാരികമായ സ്ഥാപനത്തിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കുക. ഹാജരാക്കിയില്ലെങ്കിൽ പിന്നെ ഉള്ള ചോയ്സ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കാര്യങ്ങളിലും സഹകരിക്കാത്തവർക്ക് അധ്യാപകർക്ക് അവർക്ക് ലീവ് എടുക്കാനുള്ള അവകാശമുണ്ട്. ലോസ് ഓഫ് ലീവ് എടുക്കാനുള്ള അവകാശമുണ്ട്. അതല്ലാതെ ഇത്രയും അധ്യാപകർക്ക് വേണ്ടി നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഇന്ന് നിൽക്കുന്ന ഒരു വളരെ വളരെ ഗുണകരമായിട്ടുള്ള ഒരു ആരോഗ്യ സംവിധാനത്തെ നമുക്ക് ഇന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇന്ന് പുതിയ പ്രശ്നങ്ങൾ ദേശീയാടിസ്ഥാനത്തിലും ലോകത്തുമൊക്കെ തന്നെ വന്നുകൊണ്ടിരിക്കുന്ന കോവിഡുമായി ബന്ധപ്പെട്ടതിന് വന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ നമുക്ക് ഒരു വിട്ടുവീഴ്ചയും ചെയ്യുന്നതിന് വേണ്ടി കഴിയില്ല എന്നുള്ള കാര്യം ഇവിടെ സൂചിപ്പിക്കുകയാണ്. മറ്റൊരു കാര്യം, നിയമസഭയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഉന്നത വിദ്യാഭ്യാസത്തിന് ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്ക് അത് ഉറപ്പുവരുത്തുമെന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ മലബാർ മേഖലയിൽ 10% ആദ്യം വർദ്ധിപ്പിച്ചു, പിന്നെ 20% ആദ്യം വർദ്ധിപ്പിച്ചു. അതിനുശേഷം വീണ്ടും ചില വർധനവ് നടത്തി. താലൂക്ക് അടിസ്ഥാനത്തിൽ അതിന്റെ ലിസ്റ്റ് എടുക്കണമെന്ന് തീരുമാനിച്ചു, കുട്ടികളുടെ എണ്ണത്തെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ താലൂക്ക് അടിസ്ഥാനത്തിൽ ലിസ്റ്റ് എടുത്തപ്പോൾ 21 താലൂക്കാണ് ഇപ്പോൾ കണ്ടത്. കണ്ണൂരിലെ തലശ്ശേരി, കണ്ണൂരിലെ കണ്ണൂർ, കാസർഗോഡ് മഞ്ചേശ്വരം, കോഴിക്കോട് കൊയിലാണ്ടി, കോഴിക്കോട് വടകര, കോഴിക്കോട് കോഴിക്കോട് വടകര, കോഴിക്കോട് താമരശ്ശേരി, കോഴിക്കോട്, മലപ്പുറം തിരൂർ, മലപ്പുറം പൊന്നാനി, മലപ്പുറം കൊണ്ടോട്ടി, ആദ്യം പറഞ്ഞ ജില്ലയാണ്, മലപ്പുറം നിലമ്പൂർ, മലപ്പുറം പെരിന്തൽമണ്ണ, മലപ്പുറം തിരുരങ്ങാടി, പാലക്കാട് ആലത്തൂർ, പാലക്കാട് പട്ടാമ്പി, പാലക്കാട് മണ്ണാർക്കാട്, പാലക്കാട് ഒറ്റപ്പാലം, തൃശൂർ തലപ്പള്ളി, തൃശൂർ കുന്നംകുളം, വയനാട് വൈത്തിരി. ഇതിൽ ഈ 21 താലൂക്കുകളിലായിട്ട് ആകെ നൽകേണ്ടി വരുന്ന ബാച്ചിന് 72. ഒരു സയൻസ് ബാച്ച് കുട്ടികളുടെ അപേക്ഷ നോക്കിയിട്ടാണ്, കുട്ടികളുടെ അഡ്മിഷൻ കിട്ടാത്ത കുട്ടികളുടെ അപേക്ഷ നോക്കിയിട്ടാണ്. ഒരു സയൻസ് ബാച്ച്, 61 ഹ്യൂമാനിറ്റീസ് ബാച്ച്, 10 കോമേഴ്സ് ബാച്ച്. ഇത്രയാണ് ഇപ്പോൾ അനുവദിക്കാൻ വേണ്ടി പോകുന്നത്. അതിനിപ്പോൾ 5 ദിവസത്തിനാവും. അതെ, 72 ടോട്ടൽ. ഒരു സയൻസ് ബാച്ച്, 61 ഹ്യൂമാനിറ്റീസ്, 10 കോമേഴ്സ്. നമുക്ക് ഇനി അത് ചെയ്യാൻ പോകുന്ന അടുത്ത പ്രോസസ് എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പണായിട്ട് എല്ലാവർക്കും അപേക്ഷ ക്ഷണിച്ച് കുട്ടികൾക്ക് എല്ലാവർക്കും അപേക്ഷ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യമുണ്ട്. ആ സൗകര്യത്തിൽ തന്നെ അഡ്മിഷൻ കിട്ടിയ കുട്ടികളെ അപേക്ഷിക്കും. ആ കുട്ടികൾ അപേക്ഷിക്കുമ്പോൾ പിന്നെ ആ കുട്ടിക്ക് ഇവിടെ കിട്ടുന്നതെങ്കിൽ അപേക്ഷിച്ച സ്ഥലത്ത് ആ കുട്ടി മറ്റു സ്കൂളിൽ പോകും, അവിടെ വേക്കൻ്റ് ആവും, മറ്റു കുട്ടികൾക്ക് അവിടെ ചേരാം. അങ്ങനെയുള്ള ഒരു പ്രോസസ്സിലൂടെ നമുക്ക് ഈ പ്രശ്നത്തിന് പരിഹാരം താൽക്കാലിക ബാച്ച്. അധ്യാപകരുടെ ഗസ്റ്റ് ലെക്ചേഴ്സായിട്ട് 4 അധ്യാപകർ അഡീഷണലായിട്ട് വേണ്ടി വരും. അല്ല, ഒരു ബാച്ച് അനുവദിക്കുന്ന ഒരു ബാച്ച്. അത് നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്, ക്യാബിനറ്റും ഒക്കെ തീരുമാനിച്ചാണ്. ഗസ്റ്റ് ലെക്ചേഴ്സായിട്ട് അവരെ ഈ ബാച്ചിന്റെ കാലാവധി തീരുന്നവരെ അവരെ നിയമിക്കാൻ വേണ്ടിയുള്ള കാര്യമാണ് എടുത്തിട്ടുള്ളത്. മറ്റൊരു കാര്യം, ഭിന്നശേഷി വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്പെഷ്യൽ സ്കൂളുകളും ഹോസ്റ്റലുകളും തുറക്കാൻ വേണ്ടി പോവുകയാണ്. അത് നേരത്തെ തന്നെ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ്. 8 മുതൽ സ്പെഷ്യൽ സ്കൂളുകൾ തുറക്കും. പൊതുവിദ്യാലയങ്ങൾക്ക് ബാധകമായ മാനദണ്ഡങ്ങളാണ് അവിടെ പാലിക്കേണ്ടത്. പൊതുവിദ്യാലയങ്ങളിലെ ഭിന്നശേഷിക്കാർക്കും സ്കൂളുകളിലെത്താം. സ്കൂൾ തുറന്ന അവസരത്തിൽ യൂണിഫോം നിർബന്ധമല്ലായിരുന്നു.
പക്ഷെ നമുക്ക് ബസ്സിന്റെ കൺസെഷൻ, അതുപോലെ ഇപ്പോൾ സിനിമാ തിയേറ്ററൊക്കെ തുറന്ന് പ്രവർത്തിച്ചു, നല്ല തിരക്കൊക്കെ സമൂഹത്തിൽ വന്നു തുടങ്ങി. അപ്പോൾ നമ്മൾ കുട്ടികളെ തിരിച്ചറിയേണ്ടതായിരുന്നു. അപ്പം അതുകൊണ്ട് ഡിസംബർ മാസം 13 മുതൽ സ്കൂളുകളിൽ യൂണിഫോം ധരിച്ചാണ് വിദ്യാർത്ഥികൾ ഹാജരാകേണ്ടത്. ഡിസംബർ 13 മുതൽ സ്കൂളുകളിൽ യൂണിഫോം ധരിച്ചാണ് കുട്ടികൾ ഹാജരാകേണ്ടത്. ബസ് കൺസെഷൻ അടക്കമുള്ള പ്രശ്നത്തിൽ പിന്നെ ഒരു പ്രതിസന്ധി പല സ്ഥലങ്ങളിൽ നിന്നും വന്നിട്ടുണ്ട്. കാരണം പിന്നെ സ്റ്റുഡൻ്റ് ആണോ അല്ലേന്ന് കാർഡൊക്കെ എല്ലാവരിലും ഇല്ലല്ലോ, അങ്ങനെ ഒരു പ്രശ്നമല്ല. പറയാം. കഴിഞ്ഞ ദിവസം ഗവൺമെന്റിന്റെ KSRTCയിൽ കഴിഞ്ഞ മുമ്പുണ്ടായിരുന്ന കൺസെഷൻ തുടരുകയാണ്. പ്രൈവറ്റ് ബസ്സുകാർ, ബസ് ഓണേഴ്സ് അവര് പിന്നെ റേറ്റ് വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വിദ്യാസംഘടനയുടെ യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിൽ പ്രൈവറ്റ് മോട്ടോർ മാനേജ്മെന്റിന്റെ അഭിപ്രായം ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി വളരെ വിശദമാക്കുന്നതിന് തയ്യാറായി. എന്നാൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് കാര്യം ശരിയൊക്കെ ആണെങ്കിൽ തന്നെയും ഡീസലിന്റെയും പെട്രോളിന്റെയൊക്കെ വില കൂടി അങ്ങനെയൊക്കെ ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും വിദ്യാർത്ഥികൾക്ക് പുതിയതായിട്ട് വർധനവ് അവർക്ക് അംഗീകരിക്കാൻ പ്രയാസമാണ് എന്നുള്ള നിലയിൽ പറഞ്ഞു. ഒന്നുകൂടെ പിന്നെ പ്രൈവറ്റ് ബസ് ഓണേഴ്സ് അസോസിയേഷനുമായിട്ട് സംസാരിച്ച് നമുക്ക് രണ്ടു കൂട്ടർക്കും പ്രശ്നമില്ലാത്ത നിലയിൽ എങ്ങനെ പരിഹാരം കാണാൻ കഴിയുന്ന സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് ആലോചിച്ചുകൊണ്ടിരിക്കുക. അത് പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടില്ല. പേരുകൾ പുറത്തുവിടുമെന്ന് പറഞ്ഞിട്ടില്ല. അതൊക്കെ ഓരോ പത്രക്കാർ എഴുതുന്ന അവരുടെ ആഗ്രഹം അനുസരിച്ച് എഴുതുന്ന കാര്യങ്ങൾ. സമൂഹം അറിയണമെന്ന് പറഞ്ഞു. ഏതൊക്കെ അധ്യാപകരാണെന്ന് പറഞ്ഞിട്ടില്ല. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ അറിയാം. നമുക്ക് ഏതെങ്കിലും ഒരു അധ്യാപകനെ ആക്ഷേപിക്കാനോ അധ്യാപന മാനസികമായി പീഡിപ്പിക്കാനോ ഒന്നും അല്ലല്ലോ നമുക്കിത് നമ്മുടെ ഇതിൽ ഇടപെടലിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ നടന്നു പോവുക, നമ്മുടെ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കുക എന്നുള്ള നിലയിൽ മാത്രം പത്രക്കാർ അതിനെടുക്കാതെ നമ്മളെ കാര്യങ്ങളെ പോസിറ്റീവായിട്ട് കണ്ടാൽ മതിയാവും. അത് വേണ്ട, നമുക്കിപ്പോൾ അത് നമ്മുടെ കയ്യിലെ ലിസ്റ്റൊക്കെ ഉണ്ട്. അത് വേണ്ടി വന്നാൽ പിന്നെ ആലോചിക്കാം. അല്ല, അത് നമ്മുടെ അധ്യാപക ഗവൺമെന്റ് ഒരു ഉത്തരവിറക്കിയിട്ടുണ്ടല്ലോ. ഉത്തരവിറക്കിയ ശേഷം മുഖ്യമന്ത്രി തന്നെ 2 ചോയ്സ് പറഞ്ഞിട്ടുണ്ടല്ലോ. അതനുസരിച്ചില്ലെങ്കിൽ പിന്നെ നമുക്ക് സംസ്ഥാനത്താകെയുള്ള നിയമങ്ങളുണ്ടല്ലോ. നിയമങ്ങൾ എല്ലാവർക്കും ബാധകമാണല്ലോ. ഇതിലിപ്പം ഈ വിവരം പുറത്തുവന്ന ശേഷം ഈ വ്യാപകമായി വിമർശിക്കപ്പെട്ടത് ഏത് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ വാക്സിൻ എടുക്കാതിരിക്കുന്നത് എന്നതാണ്. അപ്പോൾ ഈ ആരോഗ്യ പ്രശ്നം കാരണം എടുക്കാത്തതോ മറ്റു വിശ്വാസ പ്രശ്നം വിമുഖ കാരണം എടുക്കാത്തതോ ഇങ്ങനെ തരംതിരിച്ച് കണക്കുകൾ നമ്മുടെ കയ്യിലുണ്ട്. അല്ല, അതൊന്നും പിന്നെ ഗവൺമെന്റ് ഇപ്പോൾ പിന്നെ തരംതിരിച്ച് പിന്നെ അവരെഴുതി തന്നതിന്റെ കണക്കെല്ലാം നമ്മളെ ഉണ്ട്. അതൊന്നും ഇപ്പോൾ നമ്മുടെ ഒരു പൊതു സമൂഹത്തിൽ പറഞ്ഞൊരു പ്രശ്നം ഉണ്ടാക്കാൻ ഗവൺമെന്റ് ആഗ്രഹിക്കും. അതിലുണ്ട്, അവർ പറയുന്നുണ്ട്. ഓരോരുത്തരും ആരോഗ്യ പ്രശ്നമെന്ന് മാത്രമല്ല പറയുന്നത്. അവർ തന്നതിൽ അവർക്ക് ചിലർക്ക് കാർഡിയോ പ്രോബ്ലം ഉള്ളവരുണ്ട്, ഡയബറ്റീസ് പ്രോബ്ലം ഉള്ളവരുണ്ട്, സർജറി കഴിഞ്ഞവരുണ്ട്. അങ്ങനെ പല കാരണങ്ങളും അവർ പറയുന്നുണ്ട്. അപ്പോൾ അവരോടൊക്കെ തന്നെ നമ്മൾ അനുകമ്പാപരമായിട്ടുള്ള സമീപനം സ്വീകരിക്കാൻ പാടുള്ളൂ. അല്ലാതെ അവരുടെ പേരുടനെ തന്നെ പ്രസിദ്ധീകരിച്ചിട്ട് സമൂഹത്തിൽ അവരെ തീരെ ആക്ഷേപിക്കുന്ന നിലയിലുള്ള ഒരു സമീപനം നമുക്ക് എടുക്കാൻ വേണ്ടി പാടില്ല. നമുക്കെല്ലാവരും മനുഷ്യരില്ലേ, നമുക്കെല്ലാവർക്കും ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടല്ലോ. അവരുടെ കണക്കാണ് വിദ്യാഭ്യാസ മന്ത്രി പുറത്തുവിട്ടത്. നേരത്തെ പേരുവിവരങ്ങളടക്കം പുറത്തുവിടും എന്നുള്ള വാർത്തകൾ ഉണ്ടായിരുന്നെങ്കിലും അങ്ങനെ തൽക്കാലം പേരുവിവരങ്ങൾ പുറത്തുവിടുന്നില്ല. ഓരോ ജില്ലയിലും എത്ര അധ്യാപകർ വീതമാണ് വാക്സിൻ എടുക്കാത്തതെന്നുള്ള കണക്കാണ് വിട്ടത്. ഡിസംബർ 13 മുതൽ എല്ലാ വിദ്യാർത്ഥികളും സ്കൂളിൽ യൂണിഫോം നിർബന്ധമാക്കിയെന്നുള്ള തീരുമാനവും മന്ത്രി അറിയിച്ചു. കൂടുതൽ വാർത്തകളിലേക്ക് പോകുമ്പോൾ ഒരിടവേള. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com. പൊതുമരാമത്ത് വകുപ്പ് റോഡുകളുടെ പരിപാലന കാലാവധി ബോർഡുകൾ പ്രദർശിപ്പിക്കുന്നതിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നടക്കുകയാണ്. തത്സമയ സംരക്ഷണത്തിലേക്ക് മിഷൻ ടീം അംഗങ്ങളും MLA-മാരും അതാത് ജില്ലകളിൽ പങ്കെടുക്കണം എന്ന് നിശ്ചയിച്ചു. അതും നടക്കുന്നുണ്ട്. ഇത് സിസ്റ്റത്തിൽ ഭാവിയിൽ വലിയ മാറ്റങ്ങൾ വരുത്തും. മൂന്നാമത് ചെയ്തത് 50 മേജർ പ്രൊജക്ടുകൾ തെരഞ്ഞെടുത്ത്
എല്ലാ ദിവസവും ഒരു അരമണിക്കൂർ മന്ത്രിയും PWD മിഷൻ ടീം അംഗങ്ങളും ആക്സിലറേറ്റ് PWD എന്ന പേരിൽ ആ പ്രൊജക്റ്റിൽ പങ്കെടുക്കുന്നു. 2 മാസത്തിൽ 50 മേജർ പ്രൊജക്റ്റുകളുടെ യോഗം നടക്കുന്നു. എല്ലാ 2-2.5 മാസം കൂടുമ്പോഴും ആ മേജർ പ്രൊജക്ട് യോഗത്തിൽ റൊട്ടേറ്റ് ചെയ്ത് മന്ത്രിക്കും PWD മിഷൻ ടീമുള്ളവർക്കും പങ്കെടുക്കാൻ പറ്റുന്നു. ഇത് സിസ്റ്റം വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ, സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ, സുതാര്യമാക്കാൻ, ഗുണമേന്മ ഉറപ്പുവരുത്താൻ സാധിക്കുന്നതാണ്. ഇതിന് പുറമെയാണ് എല്ലാ പ്രവർത്തികളിലും റാങ്ക് ആൻഡ് ഫയൽ ആകെ എത്തുന്ന ഒരു സ്ഥിതി വേണം. മന്ത്രി, ചീഫ് എഞ്ചിനീയർമാർ, മിഷൻ ടീം അംഗങ്ങൾ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ, ഓവർസിയർ എല്ലാവരും ഫീൽഡുമായി ബന്ധമുണ്ടാകണം എന്ന് തീരുമാനിച്ചു. ഫീൽഡുമായി ബന്ധമുണ്ടാകുന്നതിന്റെ ഭാഗമായി ജില്ലയിൽ ഇപ്പോൾ ഒരു അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കീഴിൽ ഒരു 500 കിലോമീറ്റർ ശരാശരി റോഡ് ഉണ്ടാവും. ആ 500 കിലോമീറ്റർ ശരാശരി റോഡിൽ നിയമപ്രകാരം ഇദ്ദേഹം നേരിട്ട് പോയി അവിടുത്തെ സ്ഥിതിഗതികൾ പരിശോധിച്ച് റിപ്പോർട്ട് മുകളിലേക്ക് നൽകണമെന്നാണ്. അത് എത്രത്തോളം നടപ്പിലാകുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ എല്ലാ മാസവും ഈ 500 കിലോമീറ്റർ ഈ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നേരിട്ട് പോയി എന്ന് ഉറപ്പുവരുത്തി ഫോട്ടോ വിത്ത് റിപ്പോർട്ട് നൽകുന്ന ഒരു സംവിധാനം അടുത്ത വർഷം മുതൽ ആരംഭിക്കാൻ പോവുകയാണ്. ഓഫീസിൽ നിന്ന് നമുക്ക് റിപ്പോർട്ട് എഴുതാം, നേരിട്ട് പോയി റിപ്പോർട്ട് എഴുതാം. 500 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു 10-30 പ്രവർത്തികൾ ഉണ്ടാവും. ആ 30 പ്രവർത്തികളിലും എത്തി അവിടെ ഫോട്ടോ വിത്ത് റിപ്പോർട്ട് നൽകുന്ന സംവിധാനം ആരംഭിക്കാൻ പോകുന്നു. അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ കീഴിൽ 150 കിലോമീറ്റർ ശരാശരി റോഡുണ്ട്. അവിടെ അദ്ദേഹവും മാസത്തിലൊരിക്കൽ പോയി അത് ചെയ്യേണ്ടതുണ്ട്. അതിനവർക്ക് വേണ്ട വാഹന സൗകര്യങ്ങൾ ഒരുക്കാനുള്ള തീരുമാനം മിഷൻ ടീം എടുത്ത് ഫിനാൻസിലേക്ക്. റോഡ് പരിപാലനം സംബന്ധിച്ച് സർക്കാർ എടുത്ത പുതിയ തീരുമാനങ്ങൾ കൂടി വിശദീകരിക്കുകയാണ് മന്ത്രി. കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ ഒമിക്രോൺ സാഹചര്യം നേരിടാൻ പ്രത്യേക വാർഡ് സജ്ജമാക്കിയതായി DMO ഉമറുൽ ഫാറൂഖ് അറിയിച്ചു. UK നിന്നെത്തിയ ആളുടെ സ്രവം ഒമിക്രോൺ ജനിതക ശ്രേണി പരിശോധനയ്ക്ക് അയച്ചതിനെ തുടർന്നാണ് മുന്നൊരുക്കം നടത്തിയത്. കഴിഞ്ഞ മാസം 21-ന് UK നിന്ന് കോഴിക്കോട്ടെത്തിയ ഡോക്ടറെ സ്രവ സാമ്പിളാണ് പരിശോധനയ്ക്ക് അയച്ചിട്ടുള്ളത്. 26-നാണ് ഡോക്ടർക്ക് കോവിഡ് സ്ഥിരീകരിച്ചത്. അമ്മയുടെയും വീട്ടിലെ സഹായിയുടെയും സ്രവങ്ങളും പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ഇദ്ദേഹം 4 ജില്ലകളിൽ യാത്ര നടത്തിയതായും കണ്ടെത്തിയിട്ടുണ്ട്. വിദേശത്ത് നിന്ന് രാജ്യത്തെത്തി കോവിഡ് സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണത്തിൽ വർധന. ഒമിക്രോൺ ആണോ എന്ന് തിരിച്ചറിയാനുള്ള ജനിതക ശ്രേണീകരണത്തിന് സംസ്ഥാനങ്ങൾ അയച്ചത് 50ഓളം സാമ്പിളുകളാണ്. കാര്യമായ രോഗലക്ഷണങ്ങളില്ലെന്ന് കരുതി ജാഗ്രത വെടിയരുതെന്നാണ് ആരോഗ്യ വിദഗ്ധർ നൽകുന്ന ഉപദേശം. മഹാരാഷ്ട്രയിൽ നിന്ന് മാത്രം 28 സാമ്പിളുകളാണ് ജനിതക ശ്രേണീകരണത്തിന് അയച്ചിട്ടുള്ളത്. രാജസ്ഥാനിലെ ജയ്പൂരിൽ ദക്ഷിണാഫ്രിക്കയിൽ നിന്നെത്തിയ 4 പേർ അടക്കം ഒരു കുടുംബത്തിലെ 9 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കൂടുതൽ ജനിതക ശ്രേണീകരണ ഫലം വരുന്നതോടെ രാജ്യത്ത് ഒമിക്രോൺ സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണത്തിൽ വർധനവുണ്ടായേക്കും. കാര്യമായ രോഗലക്ഷണങ്ങൾ ഇല്ലെന്ന് കരുതി ജാഗ്രത വെടിയരുതെന്നാണ് ആരോഗ്യ വിദഗ്ധർ നൽകുന്ന നിർദ്ദേശം. പരിശോധന, നിരീക്ഷണം, നിയന്ത്രണം എന്നിവ ശക്തമാക്കാൻ കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രോഗം സ്ഥിരീകരിച്ച രാജ്യങ്ങളിൽ നിന്ന് മാത്രമല്ല എല്ലാ രാജ്യാന്തര യാത്രക്കാരെയും നിരീക്ഷിക്കണമെന്നും കോവിഡ് പരിശോധനകൾ വർദ്ധിപ്പിക്കണമെന്നും ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശം നൽകി. രോഗം സ്ഥിരീകരിച്ചവരുടെ സമ്പർക്കത്തിൽ ഉള്ളവരെ 72 മണിക്കൂറിനുള്ളിൽ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി രാജേഷ് ഭൂഷൺ സംസ്ഥാന ചീഫ് സെക്രട്ടറിമാർക്ക് അയച്ച കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. KP അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. അട്ടപ്പാടിയിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ മിന്നൽ സന്ദർശനം. ശിശുമരണങ്ങൾ സംബന്ധിച്ച് ഇന്ന് തിരുവനന്തപുരത്ത് മന്ത്രി അവലോകന യോഗം വിളിച്ചിരുന്നു. ആരോഗ്യവകുപ്പിലെ അട്ടപ്പാടി നോഡൽ ഓഫീസർ ഉൾപ്പെടെയുള്ള പ്രധാന ഉദ്യോഗസ്ഥരെല്ലാം തിരുവനന്തപുരത്തായിരുന്നു. ഈ സമയത്താണ് ഇവരെ അറിയിക്കാതെ മന്ത്രി മിന്നൽ സന്ദർശനം നടത്തിയത്. വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുന്നു. പ്രസാദ്, ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്തി താഴെത്തട്ടിൽ നിന്ന് കൃത്യമായ വിവരങ്ങൾ അറിയുക എന്നതായിരിക്കുമോ മന്ത്രിയുടെ സന്ദർശനത്തിന്റെ പ്രധാന ലക്ഷ്യം? കിരൺ പറഞ്ഞതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെ എല്ലാം തന്നെ മാറ്റി നിർത്തി നേരിട്ട് വിവരങ്ങൾ അറിയുക എന്ന് തന്നെയാണ് ഈ സന്ദർശനത്തിന്റെ ഉദ്ദേശം. ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് അട്ടപ്പാടിയിലെ ശിശുമരണങ്ങൾ സംബന്ധിച്ച് പ്രശ്നങ്ങളും സ്വീകരിക്കേണ്ട നടപടികളും ചർച്ച ചെയ്യാൻ ആരോഗ്യവകുപ്പ് യോഗം വിളിച്ചിരുന്നു. അതിൽ ആരോഗ്യവകുപ്പിന്റെ അട്ടപ്പാടി നോഡൽ ഓഫീസർ ഡോക്ടർ പ്രഭുദാസ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ അവിടെ എത്തുകയും ചെയ്തു. എന്നാൽ അവരവിടെ ആ സാഹചര്യത്തിൽ തന്നെയാണ് മന്ത്രി പക്ഷേ ആ യോഗത്തിൽ പങ്കെടുക്കാതെ അട്ടപ്പാടിയിലേക്ക് സന്ദർശിച്ചിട്ടുള്ളത്. ഇപ്പോൾ അട്ടപ്പാടി എത്തിയിരിക്കുന്ന മന്ത്രി അട്ടപ്പാടി സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ അവിടെയുള്ള മറ്റ് ജീവനക്കാരുമായി കൂടിക്കാഴ്ച നടത്തുകയും വിവിധ ഊരുകളിൽ സന്ദർശനം നടത്തുകയും ചെയ്യും. ശിശുമരണം നടന്ന
വീട്ടിയൂർ ഉൾപ്പെടെയുള്ള എല്ലാ ഊരുകളിലും മന്ത്രി സന്ദർശിക്കുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്ന് രാവിലെയാണ് മന്ത്രി ഇപ്പോൾ അട്ടപ്പാടിയിൽ എത്തിയിട്ടുള്ളത്. മറ്റ് DMO ഉൾപ്പെടെയുള്ള ജില്ലയിലെ ആരോഗ്യവകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥരൊന്നും തന്നെ മന്ത്രിയുടെ സന്ദർശനം അറിഞ്ഞിരുന്നില്ല. നേരിട്ട് തന്നെ അതായത് ഈ കഴിഞ്ഞ മന്ത്രി K. രാധാകൃഷ്ണനും കഴിഞ്ഞ ദിവസം അട്ടപ്പാടിയിൽ നടത്തിയ അവലോകന യോഗത്തിൽ അട്ടപ്പാടിയിലെ വിവിധ പദ്ധതികളെ കുറിച്ചെല്ലാം തന്നെ വലിയ വിമർശനം ഉയർന്നിരുന്നു. പെട്ടെന്ന് പ്രത്യേകിച്ച് അട്ടപ്പാടിയിലെ ആരോഗ്യവകുപ്പ് കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രി ഉൾപ്പെടെയുള്ള ക്കെതിരെയാണ് വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് മന്ത്രി ഇപ്പോൾ അതിന്റെ നോഡൽ ഓഫീസറായ ഡോക്ടർ പ്രഭുദാസിനെ ഉൾപ്പെടെ ഒഴിവാക്കി ഈ അട്ടപ്പാടിയിൽ ഒരു സന്ദർശനം നടത്തിയിരിക്കുന്നത്. ഇന്ന് പൂർണ്ണമായും മന്ത്രി ഇപ്പോൾ എല്ലാ ഊരുകളും സന്ദർശിക്കണം എന്നെല്ലാം പറയുമ്പോൾ ഇന്ന് ഏറെക്കുറെ പൂർണ്ണമായും മന്ത്രി അവിടെ സന്ദർശനം നടത്തുക തന്നെ ആയിരിക്കുമോ? ഇന്ന് പ്രധാനമായും ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം മന്ത്രി 2 യോഗങ്ങളാണ്. ഒന്ന്, ആദ്യം അഗളി സാമൂഹ്യ കേന്ദ്രത്തിൽ നിലവിലുള്ള അവിടുത്തെ സാധാരണ ആരോഗ്യവകുപ്പ് ജീവനക്കാരുമായും എല്ലാം തന്നെ കൂടിക്കാഴ്ച നടത്തുന്നു. അതിനുശേഷം ശിശുമരണം നടന്ന സമീപകാലത്ത് ശിശുമരണം നടന്ന 3 ഊരുകളിൽ സന്ദർശനം നടത്തുക. അതിനുശേഷമായിരിക്കും ഏറ്റവും ഒടുവിലായിരിക്കും കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ സന്ദർശിക്കുകയും അവിടെയുള്ള പോരായ്മകൾ കാണുകയും അതിൽ വേണ്ട നടപടികൾ ഏതെല്ലാം സ്വീകരിക്കണമെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുകയും ചെയ്യുക എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അട്ടപ്പാടിയിലെ പോഷകാഹാര വിതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പരാതികൾ ഉയർന്നിരുന്നു. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കും. അതെങ്ങനെ കാര്യക്ഷമമാക്കാം എന്നുള്ളതായിരിക്കും പ്രധാന പരിഗണന നൽകുക. മറ്റൊന്ന്, കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ വേണ്ടത്ര സൗകര്യങ്ങൾ ഇല്ല എന്നുള്ളൊരു ആരോപണം ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം അവിടെ ലഭ്യമല്ല. ആംബുലൻസിന്റെ പരിമിതികൾ, അവിടെ മറ്റ് സ്കാനിങ്, CT സ്കാൻ, MRI സ്കാൻ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അതെല്ലാം തന്നെ ചർച്ച ചെയ്തുകൊണ്ട് ഒരു തീരുമാനത്തിലേക്ക് പോകാനായിരിക്കും മന്ത്രിയുടെ സന്ദർശനം. ശരി. പാലക്കാട് നിന്നും പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വിവരങ്ങൾ നൽകിയത്. സ്ത്രീകളെ ക്ഷേത്രങ്ങളിൽ പൂജാരികളാക്കണമെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ന്യൂസ് 18 കേരളം എഡിറ്റർ പ്രദീപ് പിള്ളയുമായുള്ള അഭിമുഖത്തിലാണ് വെള്ളാപ്പള്ളി ഈ നിലപാട് വ്യക്തമാക്കിയത്. തമിഴ്നാട്ടിൽ സ്ത്രീകളെ പൂജാരികളാക്കാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് കേരളത്തിൽ മണ്ണാർശാലയിൽ സ്ത്രീകൾ പൂജാരിമാരാണ്. SNDPയുടെ ക്ഷേത്രങ്ങളിൽ സ്ത്രീകളിൽ പൂജാരിമാരാകാൻ പരിശീലനം നൽകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ദളിത് ശാക്തീകരണം, സ്ത്രീ ശാക്തീകരണം ഒക്കെ വലിയ ചർച്ചയായി നിൽക്കുന്ന സമയമാണ്. തമിഴ്നാട്ടിൽ സ്ത്രീകളെ പൂജാരികളാക്കാനുള്ള തീരുമാനം വന്നിട്ടുണ്ട്. ഇവിടെ അതിന് സമയമായോ? തീർച്ചയായും ഇവിടെ സ്ത്രീകൾ അതിന് മുമ്പേ പൂജാരിമാരാണ് അല്ലേ? മണ്ണാറശാല തമിഴ്നാട് ഇപ്പോൾ ആലോചിക്കുന്നെങ്കിൽ അതിന് എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് മണ്ണാറശാല സ്ത്രീ പൂജാരിയാണ്. പക്ഷേ ഈ ചില പ്രത്യേകതകൾ ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ വ്യാപകമായ രീതിയിൽ അങ്ങനെ ഒരു തീരുമാനമോ അതിനൊരു അംഗീകാരമോ കിട്ടിയിട്ടില്ല. സമുദായത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള ക്ഷേത്രങ്ങളിൽ സ്ത്രീകളെ പൂജാരികളാക്കണമെന്നൊരു നിർദ്ദേശം വന്നു കഴിഞ്ഞാൽ അങ്ങയുടെ നിലപാട് എന്തായിരിക്കും? തീർച്ചയായും ഞങ്ങൾക്ക് പൂജാരി സംഘമുണ്ട്. അതിന് സ്ത്രീകളെ പൂജ പഠിപ്പിക്കാൻ ഞങ്ങൾ നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. കാരണം പൂജാരിമാരെ ആവശ്യമുണ്ട് ഇവിടെ. സ്ത്രീകൾക്ക് എന്താ പൂജ ചെയ്യാൻ പാടില്ലേ? എവിടെയാണ് പൂജ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്? കേരളത്തിൽ മാത്രമാണ് ഇതുപോലുള്ള അനാവശ്യമായ അനാചാരങ്ങളും വേർതിരിവുള്ളത്. തമിഴ്നാട്ടിൽ ചെന്നാൽ ആർക്കും പൂജിക്കാമല്ലോ, ചില ക്ഷേത്രങ്ങളിൽ ചെന്നാൽ ചെല്ലുന്ന പൂജിക്കാമല്ലോ. ഉത്തരേന്ത്യയിലെ ചില ക്ഷേത്രങ്ങൾ ഇവിടെ മാത്രമാണ് ഇന്നവർക്ക് പാടുള്ളൂ, ഇന്നവർക്ക് പാടില്ല എന്നുള്ള വിവേചനം ഇന്നും കേരളത്തിലാണ്. ഇതുപോലുള്ള സവർണ മേധാവിത്വം എന്ന് ഞാൻ പറയുന്നില്ല, ചാതുർവർണ്ണത്തിൻ്റെ അസ്ഥികൂടങ്ങൾ ഇന്നും നിലനിൽക്കുന്ന പ്രദേശം കേരളമാണ്. അതൊക്കെ മാറ്റണം. വിശ്വാസികളാണെങ്കിൽ ഹിന്ദുക്കളല്ലാത്തവരെയും ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കണമെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ന്യൂസ് 18നോട്. വിശ്വാസികളായ ഏതു മതസ്ഥർക്കും ക്ഷേത്രപ്രവേശനം നൽകണം. അങ്ങനെയുണ്ടായാൽ ഗുരുവായൂരിലടക്കം ക്ഷേത്രങ്ങളിൽ വരുമാനത്തിലും വലിയ വർധനമുണ്ടാവുമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. SNDP യോഗം ജനറൽ സെക്രട്ടറിയായി 25 വർഷം പൂർത്തിയാക്കുന്ന വെള്ളാപ്പള്ളി ന്യൂസ് 18 കേരളം എഡിറ്റർ പ്രദീപ് പിള്ളയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് നിലപാട് വ്യക്തമാക്കിയത്. യേശുദാസിനെ ഗുരുവായൂരിൽ പ്രവേശിപ്പിക്കണം, എല്ലാവരെയും ജാതി മത ഭേദമില്ലാതെ എല്ലാവർക്കും ക്ഷേത്രങ്ങളിൽ പോകാനുള്ള അവസരം ഒരുക്കണമെന്ന്. അതെ, നിങ്ങളൊന്ന് ആലോചിക്കണം. വിശ്വാസികളായ ആരായാലും തിരക്കില്ല. നിങ്ങൾ ക്രിസ്ത്യാനി ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, നിങ്ങൾ വിശ്വാസമുള്ളവനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അമ്പലത്തിൽ കയറ്റുന്നത് എന്താ കുഴപ്പം? കണിച്ചുള്ള അമ്പലം 8 കൊല്ലം ഒരു ക്രിസ്ത്യാനി ചാരങ്കാട്ട് അച്ചോജോൻ ഭരിച്ചതാണ് മിസ്റ്ററെ. ആ ഭരിച്ച അമ്പലത്തിൽ ഭരിക്കുന്ന എനിക്ക് ക്രിസ്ത്യാനി എവിടെ കയറാൻ പാടില്ലെന്ന് പറയാൻ എന്തവകാശം? ഞങ്ങളുടെ പാരമ്പര്യം SNDPയുടെ ശൈലിയും SNDP യോഗ തീരുമാനം തന്നെ
വിശ്വാസികളായ ആരായാലും SNDP യോഗത്തിൻ്റെ എല്ലാ ക്ഷേത്രങ്ങളും പ്രവേശിപ്പിക്കണമെന്നുള്ളതാണ് തീരുമാനം. അതുകൊണ്ട് എല്ലാ ഗുരുവായൂരും തന്നെ ഈ തീണ്ടപ്പലക ഉണ്ട്, ഹിന്ദുക്കൾക്ക് മാത്രമേ പ്രവേശിക്കാവൂ. അത് മാറ്റി വിശ്വാസികൾക്ക് പ്രവേശനമാക്കണോ? അതെ, അത് മാറ്റി വിശ്വാസികൾക്കെല്ലാം പ്രവേശനം അനുവദിക്കണം. അങ്ങനെ ഉണ്ടായാൽ ഗുരുവായൂർ ഇന്നുള്ളതിനേക്കാൾ കൂടുതൽ വരുമാനം ഉണ്ടാകുമെന്ന് മാത്രമല്ല, കൂടുതൽ അതിൻ്റെ പ്രശസ്തി വർദ്ധിക്കും. വെള്ളാപ്പള്ളി നടേശനുമായുള്ള അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം രാത്രി 7 മണിക്ക്. ഇനിയൊരു ഇടവേള. ജാതി വിവേചനം ഇന്നും പല മേഖലകളിൽ ഇന്നും തുടർന്നു നിൽക്കുന്നു എന്നുള്ളതാണ് നേരെ. പൂർണ്ണമായും മാറിയിട്ടില്ല. അവന് പ്രസംഗിക്കാൻ അറിയില്ല, അവൻ കള്ളുകച്ചവടക്കാരനാണ്, തടിയനാണ്, മണ്ടനാണ്, കടാറുകാരനാണ്, മണ്ണ് കച്ചവടക്കാരൻ. ഇഷ്ടക്കാർക്ക് കാമനും ശത്രുക്കൾക്ക് കാലനുമല്ല. അല്ല, എല്ലാവരും എൻ്റെ മിത്രമാണ്. SNDP യോഗത്തിന്റെയും SNDRSന്റെയും അമരത്ത് 25 വർഷങ്ങൾ. നിങ്ങൾ എന്തായ തെറ്റായാലും എൻ്റെ ഭാര്യ ഈ വനിതാ സംഘത്തിൽ മെമ്പർ പോലുമല്ല. 25 വർഷം ഒരേ ഒരു ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ. പിന്നിട്ട 25 വർഷങ്ങളെക്കുറിച്ച് വെള്ളാപ്പള്ളി നടേശൻ മനസ്സു തുറക്കുന്നു. കാണുക രാത്രി 7 മണിക്ക്. മനുഷ്യൻ കുടിയേറുന്ന പുതിയ ലോകങ്ങൾ. തുടർ സമര പരിപാടികൾ തീരുമാനിക്കാൻ സംയുക്ത കിസാൻ മോർച്ചയുടെ യോഗം ഇന്ന് ചേരും. സിംഗു അതിർത്തിയിലാണ് കോർ കമ്മിറ്റി യോഗം ചേരുക. കർഷകരുടെ ആവശ്യങ്ങൾ സംബന്ധിച്ച് ഡിസംബർ 4-നകം ചർച്ച നടത്തണമെന്ന് കർഷക സംഘടനകൾ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. 500ഓളം കർഷക സംഘടനകൾ നൽകിയ തുറന്ന കത്തിന് കേന്ദ്ര സർക്കാർ മറുപടി നൽകിയിട്ടില്ല. ജവാദ് ചുഴലിക്കാറ്റ് നാളെ തീരം തൊടും. നാളെ ഉച്ചയോടെ ഒഡീഷയിലെ പുരി തീരത്ത് എത്തിച്ചേരാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. വടക്കു പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിക്കുന്ന ചുഴലിക്കാറ്റ് വരും മണിക്കൂറുകളിൽ കൂടുതൽ ശക്തമാകും. ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ ഒഡീഷ ആന്ധ്ര തീരങ്ങളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒഡീഷയിലും ആന്ധ്രയിലും ബംഗാളിലും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. ആന്ധ്രയിലെ ശ്രീകാകുളം, വിശാഖപട്ടണം, വിജയനഗരം ജില്ലകളിൽ 197 ദുരിതാശ്വാസ ക്യാമ്പുകളും തുറന്നിട്ടുണ്ട്. മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് കുറയുന്നു. 141.95 അടിയാണ് നിലവിലെ ജലനിരപ്പ്. നിലവിൽ ഒരു ഷട്ടർ മാത്രമാണ് തുറന്നിരിക്കുന്നത്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ തമിഴ്നാടുമായി ഒത്തുകളിക്കുന്നുവെന്ന് ആരോപിച്ചും സർക്കാരിന്റെ ഇടപെടൽ ആവശ്യപ്പെട്ടും ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഇന്ന് ഉപവാസ സമരം നടത്തും. പിളർപ്പിന് ശേഷമുള്ള ലോക് താന്ത്രിക് ജനതാദൾ സംസ്ഥാന ഭാരവാഹി യോഗവും സംസ്ഥാന സമിതിയും ഇന്ന് തൃശൂരിൽ ചേരും. സംഘടനാ വിരുദ്ധ പ്രവർത്തനത്തിന് നോട്ടീസ് നൽകിയ ജില്ലാ പ്രസിഡന്റുമാർക്കെതിരെ തുടർ നടപടിയും യോഗത്തിൽ ചർച്ചയാകും. സംസ്ഥാന പ്രസിഡന്റ് MV ശ്രേയംസ്കുമാറിന്റെ നേതൃത്വത്തിൽ രാവിലെയാണ് സംസ്ഥാന ഭാരവാഹി യോഗം. ഉച്ചയ്ക്ക് ശേഷം സംസ്ഥാന സമിതിയും ചേരാനാണ് തീരുമാനം. ദേശീയ ജനറൽ സെക്രട്ടറി വർഗീസ് ജോർജും KP മോഹനൻ MLAയും യോഗത്തിൽ പങ്കെടുക്കും. സമാന്തര യോഗം ചേർന്നതിനും പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയതിനും ഭാരവാഹിത്വത്തിൽ നിന്ന് ഒഴിവാക്കിയ ഷേഖ് പി ഹാരിസ് ഉൾപ്പെടെയുള്ള വിമത വിഭാഗത്തിന് യോഗത്തിലേക്ക് ക്ഷണമില്ല. ഷേഖ് പി ഹാരിസിനും മറ്റുള്ളവർക്കുമെതിരെ സസ്പെൻഷൻ അടക്കമുള്ള നടപടികൾ വേണോയെന്നും യോഗം ചർച്ച ചെയ്യും. വിമതപക്ഷത്തോടൊപ്പമുള്ള മലപ്പുറം, ആലപ്പുഴ ജില്ലാ പ്രസിഡന്റുമാർക്കെതിരായ നടപടിയിലും തീരുമാനമുണ്ടാകും. നോട്ടീസിന് മറുപടി നൽകി ഔദ്യോഗിക വിഭാഗത്തിലേക്ക് ചുവടുമാറ്റിയവരുമുണ്ട്. വർഗീസ് ജോർജും KP മോഹനും ശ്രേയംസ്കുമാറിനൊപ്പം ചേർന്നത് വിമതപക്ഷത്തിന് തിരിച്ചടിയായിട്ടുണ്ട്. വിമത വിഭാഗം ഡിസംബർ 8-ന് എറണാകുളത്ത് സംസ്ഥാന കൗൺസിൽ യോഗം വിളിച്ചിട്ടുണ്ട്. ന്യൂസ് 18 തൃശൂർ. ഇനിയൊരു ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com.
പാലക്കാട് ആലത്തൂരിൽ കാണാതായ കോളേജ് വിദ്യാർത്ഥിനിയെ കണ്ടെത്തി. 3 മാസത്തിന് ശേഷം മുംബൈയിൽ നിന്നുമാണ് വിദ്യാർത്ഥിനിയെ കണ്ടെത്തിയത്. വിദ്യാർത്ഥിനിയെ പാലക്കാട് എത്തിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് ചേരുന്നത്. പ്രസാദ്, എന്താണ് ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ? കിരൺ, കഴിഞ്ഞ ഓഗസ്റ്റ് 30-ന് കാണാതായ കോളേജ് വിദ്യാർത്ഥിനിയാണ് ഇപ്പോൾ മുംബൈയിൽ നിന്നും പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. ഇവരെ ഇന്നലെ വൈകിട്ട് ആലത്തൂരിൽ എത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഏത് സാഹചര്യത്തിലാണ് പോയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇന്ന് 11 മണിയോടുകൂടി തന്നെ ഇവരെ ആലത്തൂർ കോടതിയിൽ ഹാജരാക്കും. 30-ന് ശേഷം ഇവരെ കാണാതിന് ശേഷം പോലീസ് 4 അന്വേഷണ സംഘങ്ങളായി തിരിഞ്ഞായിരുന്നു ഇവർക്ക് ഉള്ള അന്വേഷണം നടത്തിയിരുന്നത്. തമിഴ്നാട്ടിലെല്ലാം തന്നെ ഇവരെ കണ്ടെത്തിയതായി പോലീസിന് സൂചന ലഭിച്ചിരുന്നു. തുടർന്ന് നടത്തിയ റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചുമെല്ലാം തന്നെ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ അവരെ മുംബൈയിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ളത്. ശരി, പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമലയിൽ തീർത്ഥാടന കാലം. മണ്ഡലകാലം 3 ആഴ്ചയാകുമ്പോൾ ശബരിമലയുടെ വരുമാനം 20 കോടി കടന്നു. അതേസമയം ശബരിമലയിൽ കൂടുതൽ ഇളവുകൾ വേണമെന്ന ദേവസ്വം ബോർഡ് ശുപാർശയിൽ സർക്കാർ തീരുമാനം വൈകുകയാണ്. ഇന്ന് നട തുറന്ന ആദ്യ മണിക്കൂറിൽ സന്നിധാനത്ത് വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. VV വിനോദിന്റെ റിപ്പോർട്ട് കാണാം. പതിവ് പോലെ നട തുറന്ന ആദ്യ മണിക്കൂറുകളിൽ ശബരിമല സന്നിധാനത്ത് കാര്യമായ തിരക്കാണ് അനുഭവപ്പെടുന്നത്. നമുക്കിതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ശബരിമലയിൽ സന്നിധാനത്ത് തങ്ങുന്നതിന് ഇപ്പോൾ അനുമതിയില്ല. അതുകൊണ്ട് തന്നെ പരമാവധി ഭക്തർ രാവിലെ മല ചവിട്ടി ദർശനം പൂർത്തിയാക്കി ഉച്ചയോടുകൂടി തിരികെ മടങ്ങുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഏതായിരുന്നാലും ദേവസ്വം ബോർഡ് ഇക്കാര്യങ്ങളിലൊക്കെയും ഇളവുകൾ ആവശ്യപ്പെട്ട് സർക്കാരിന് ശുപാർശ നൽകിയിരുന്നു. പക്ഷേ ആ ശുപാർശയിൽ ഇതുവരെയും തീരുമാനം ഉണ്ടായിട്ടില്ല. പ്രധാനമായും രജിസ്ട്രേഷൻ നടത്താത്ത തീർത്ഥാടകരെയും ഇവിടെ പ്രവേശിപ്പിക്കണമെന്ന ആവശ്യമാണ് ഈ ശുപാർശയിൽ ഏറ്റവും പ്രധാനമായി ഉണ്ടായിരുന്നത്. ഇതിന് ദേവസ്വം ബോർഡ് കൃത്യമായ കാര്യങ്ങളും പറയുന്നുണ്ട്. ആരോഗ്യവകുപ്പിൻ്റെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ 2 ഡോസ് എടുത്തവർ അല്ലെങ്കിൽ 72 മണിക്കൂറിനുള്ളിലെ RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഇത് കയ്യിൽ കരുതുന്നവരെ തീർച്ചയായും പ്രവേശിപ്പിക്കാം. അത് യുക്തിസഹമായ കാര്യമാണ്. ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് തീർത്ഥാടന കാലം കൂടുതൽ സുഗമമാക്കുക എന്നത് അവരുടെ മുന്നിലുള്ള ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ കൂടുതൽ VV വിനോദിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. SNDP യോഗത്തിന്റെ സാരഥിയായി വെള്ളാപ്പള്ളി നടേശൻ ചുമതലയേറ്റിട്ട് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ആഘോഷങ്ങൾക്ക് നാളെ ചേർത്തലയിൽ തുടക്കമാകും. മുഖ്യമന്ത്രി പിണറായി വിജയൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ രജത ജൂബിലി ആഘോഷങ്ങൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്യും. 1996-ലാണ് SNDP യോഗത്തിന്റെയും SN ട്രസ്റ്റിന്റെയും സെക്രട്ടറിയായി വെള്ളാപ്പള്ളി നടേശൻ എത്തുന്നത്. സ്ഥാനലബ്ധിയുടെ 25 വർഷങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ചേർത്തല SN കോളേജാണ് വേദി. കോവിഡ് മാനദണ്ഡം അനുസരിച്ചുള്ള, അതായത് ചേർത്തല യൂണിയനിൽ നിന്ന് പ്രതിനിധികൾ, കടിച്ചുവളർ യൂണിയൻ, അമ്പലപ്പുഴ യൂണിയൻ, അങ്ങനെ ഒരു 4 യൂണിയനിൽ നിന്നുള്ള, വൈക്കം യൂണിയനിൽ നിന്നുള്ള പ്രതിനിധികൾ മാത്രമാണ് ഈ സമ്മേളനത്തിൽ ഇവിടെ പങ്കെടുക്കുന്നത്. കേന്ദ്രമന്ത്രിമാരായ V മുരളീധരൻ, രാജീവ് ചന്ദ്രശേഖർ, CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ എന്നിവർ ഉൾപ്പെടെ ചടങ്ങിൽ പങ്കെടുക്കും. ഗവർണറാണ് ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നത്. SNDP യോഗത്തിന്റെയും SN ട്രസ്റ്റിന്റെയും നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന ഭവന പദ്ധതിയും മറ്റ് വിവിധ ക്ഷേമ പദ്ധതികളും ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്യും. കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ചുകൊണ്ടായിരിക്കും പരിപാടി സംഘടിപ്പിക്കുക. ഓരോ യൂണിയനുകൾക്ക് കീഴിലും വിവിധ കേന്ദ്രങ്ങളിലായി ഓൺലൈനായും പരിപാടികൾ സംപ്രേഷണം ചെയ്യും. ന്യൂസ് 18 ആലപ്പുഴ. രാജ്യത്തെല്ലാവരും വാക്സിൻ എടുത്ത് കോവിഡിനെ പ്രതിരോധിക്കാൻ സജ്ജരാണെന്ന് ഉറപ്പാക്കാൻ നെറ്റ്വർക്ക് 18 പ്രതിജ്ഞാബദ്ധമാണ്. അതിനായുള്ള ബോധവൽക്കരണമാണ് ഫെഡറൽ ബാങ്കുമായി ചേർന്ന് നടത്തുന്ന സഞ്ജീവനി ക്യാമ്പയിൻ. ഹെൽത്ത് എക്സ്പെർട്ട് അപ്പോളോ 24/7 ഈ ദൗത്യത്തിൽ പങ്കാളികളാകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് moneycontrol.com/sanjeevani എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com.